ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുവാല 2.0. നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസ് പഠിക്കേണ്ട ഒരു ചെറിയൊരു ഷോർട്ട് നോട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. PDF തന്നെയാണ് ഇത്. കുറേ സ്റ്റുഡൻസിന് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ടെക്സ്റ്റ് ബുക്കൊന്നും ഇല്ലാത്ത കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ഉപകാരമാകുന്ന കുറച്ച് നോട്ടുകൾ നമ്മൾ ഓൾറെഡി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്സുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാം. ഒരു 20 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഓരോ ചാപ്റ്റർ വൈസ് നമുക്ക് നോക്കി വെക്കാം. ആദ്യം ഫീച്ചേഴ്സ് ഓഫ് ഫസ്റ്റ് ചാപ്റ്റർ ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്. ഫീച്ചേഴ്സൊക്കെ സിമ്പിളാണ് അല്ലേ. ഇറ്റ്സ് എക്വറസി, സ്പീഡ്, സ്കാലബിലിറ്റി, റിലയബിലിറ്റി, സിമ്പിൾ ആൻഡ് ഇൻറ്റിഗ്രേറ്റഡ് ആണ്. Components of a computerized accounting system, procedures, data, then users, hardware and software. ഇതൊക്കെ നിങ്ങൾക്ക് അത്രയും എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എഴുതാം. ദെൻ എന്താണ് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ്. കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സിൽ വരുന്നത് സീക്വൻഷ്യൽ കോഡ്സ് ഉണ്ട്, ബ്ലോക്ക് കോഡ്സ്, ന്യൂമോണിക് കോഡ്സ്. അപ്പോൾ ഓരോ കോഡ്സുകൾ എന്താണെന്ന് നിങ്ങൾ അറിയണം കേട്ടോ. ദെൻ സെക്കൻഡ് ചാപ്റ്റർ മെയിനായിട്ട് അതിൽ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, കോഡിഫിക്കേഷൻ അതാണ് നോക്കേണ്ടത്. ദെൻ സ്പ്രെഡ്ഷീറ്റിൽ എന്താണ് ലിബർ ഓഫീസ് കാൽക്ക്, അതിൻ്റെ വർക്ക് ബുക്ക് എന്താണ്, വർക്ക് ഷീറ്റ് എന്താണ്, ഒരൊറ്റ സെൻറ്റൻസ് മതിയാവും. ലിബർ ഓഫീസ് കാൽക്ക് എന്ന് വെച്ചാൽ സ്പ്രെഡ്ഷീറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അത് യൂസ്ഡ് ടു കാൽക്കുലേറ്റ്, അനലൈസ് ആൻഡ് മാനേജ് ദ ഡാറ്റ. ദെൻ കാൽക്കിനെ നമ്മൾ ഓൾറെഡി ഒരു ഫയലിനെയാണ് വർക്ക് ബുക്ക് എന്ന് വിളിക്കുന്നത്, പക്ഷേ നമ്പർ ഓഫ് വർക്ക് ബുക്കിനെ നമ്മൾ വിളിക്കുന്നത് വർക്ക് ഷീറ്റ് എന്നാണ്. ഓക്കെ, ദെൻ ഫീച്ചേഴ്സ് ഓഫ് ലിബർ ഓഫീസ് കാൽക്ക്, ഈസി കാൽക്കുലേഷൻ ആൻഡ് അസോസിയേറ്റഡ് ഡാറ്റാബേസ്, അറേഞ്ചിങ് ഡാറ്റ, അതൊക്കെയാണ്. കമ്പോണൻസ് നോക്കുക, റോസ്, സെല്ല്, റേഞ്ച്, പിന്നെ ഓപ്പറേറ്റേഴ്സ് നോക്കണം എന്തിനൊക്കെയാണ്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ദെൻ സെൽ റഫും ആബ്സല്യൂട്ട് റഫും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിലേറ്റീവ് സെൽ റഫും അതുപോലെ തന്നെ ആബ്സല്യൂട്ട് സെൽ റഫും എന്താണെന്ന് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. റിലേറ്റീവ് സെൽ റഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർമുല കോപ്പി ചെയ്യാനാണ്, ഒരു ന്യൂ ലൊക്കേഷൻ റിഫ്ലക്റ്റ് ചെയ്യാനാണ്. ആബ്സല്യൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കാനാണ്, റെഫറൻസ് കോൺസ്റ്റൻറ്റിനൊക്കെ സൂക്ഷിച്ചെടുത്ത് വെക്കാനാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ദെൻ ഫങ്ഷൻസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് അത് ജസ്റ്റ് നോക്കിയാൽ മതി. ഇനി ഫങ്ഷൻസ് ആണ്. ഒരു 5 ഫങ്ഷൻസ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ചിലപ്പോൾ നമ്മളോട് ഒരു 5 ഫങ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും പറയുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 5 ഫങ്ഷൻസ് ഇഷ്ടമുള്ളതിൽ ഡേറ്റ് ആൻഡ് ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫങ്ഷൻ. അതിലേതൊക്കെയാണ്, ഇയർ കൊടുക്കണം, നൗ കൊടുക്കണം, ടുഡേ കൊടുക്കണം, മന്ത്, അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസിൽ കൗണ്ട് ബ്ലാങ്ക്, കൗണ്ട് ഇഫ്. ലോജിക്കൽ ഫങ്ഷൻസിൽ ഇഫ് ആൻഡ് ഓർ, മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾ ഫങ്ഷൻസ് നല്ല രീതിയിൽ പഠിക്കുക. അതാണ് 5 മാർക്കിന് പോവാം. ദെൻ തേർഡ് ചാപ്റ്റർ യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ബിസിനസ് ആപ്ലിക്കേഷനിൽ പേറോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് മെയിൻ. അതിൽ കമ്പോണൻസ് ഓഫ് പേറോൾ ഏതൊക്കെ പെടും, ബേസിക് പേ, ദെൻ ഡിയറൻസ് അലവൻസ്, HRA, CCA, അതർ അലവൻസസ് എല്ലാം കൂട്ടിയതാണ് ഗ്രോസ് പേ. ദെൻ അതിന് ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ നോക്കുക. ദെൻ ഓരോ അസറ്റിൻ്റെ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൻ്റെയും ഡിമിനിഷിങ് വാല്യൂ മെത്തേഡ്, റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ്, അതിൻ്റെ സിൻഡെക്സ് പഠിക്കുക. SLN ബ്രാക്കറ്റിൽ കോസ്റ്റ്, സാൽവേജ് ലൈഫ്. ഇപ്പോൾ ഡിമിനിഷിങ് ആണെങ്കിൽ കോസ്റ്റ്, സാൽവേജ് ലൈഫ്, പീരീഡ്, മന്ത്, ഇതിൻ്റെ സിൻഡെക്സ് പഠിക്കുക കേട്ടോ. ദെൻ ഇതാണ് ഏറ്റവും മെയിനായിട്ട് പഠിക്കാനുള്ളത്. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ഗ്രാഫിലെ ടൈപ്സ് ഓഫ് ഗ്രാഫ്, ബാർ ചാർട്ട്, പൈ ചാർട്ട്, ദെൻ എലമെൻറ്റ്സ് ഓഫ് ചാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാർട്ട് ഏരിയ, പ്ലോട്ട് ഏരിയ, ചാർട്ട് ഫ്ലോർ, ലെജൻഡ്, ടൈറ്റിൽ, ഡാറ്റ പോയിൻറ്റ്സ്, ഡാറ്റ സീരീസ് ഏത് വേണമെങ്കിലും അഡ്വാൻറ്റേജസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാം. ദെൻ ഗ്നൂ കാട്ട എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ഒരു ഫ്രീ ഓപ്പൺ സോഫ്റ്റ്വെയർ ആണ്. അത് നല്ല രീതിയിൽ 1 മാർക്കിന് പഠിക്കണം. ഫീച്ചേഴ്സ് ഓഫ് ഗ്നൂ കാട്ട പഠിക്കുക. ദെൻ എങ്ങനെയാണ് ഗ്നൂ കാട്ട നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്, ഓർഗനൈസേഷൻ, ലെഡ്ജർ ക്രിയേഷൻ, അതുപോലെ തന്നെ നമ്മൾ ഡീഫോൾട്ട് ലെഡ്ജർ അക്കൗണ്ട്സ് ഏതൊക്കെയാണ് ഗ്നൂ കാട്ടയിലെ, ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ബിഗിനിങ്. ഓക്കെ, ദെൻ വൗച്ചർ ടൈപ്സുകൾ, അതുപോലെ തന്നെ ഇതാണ് ഏറ്റവും 5 മാർക്കിന്. ഓരോ വൗച്ചറിൻ്റെ പേരും, റിസീപ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, റിസീപ്റ്റ് ചെക്ക് റിസീവ് ചെയ്യാനും, ക്യാഷ് റിസീപ്റ്റ്, അത് ഷോർട്ട് കട്ട് കീസ് F4 ആണ്. പേയ്മെൻറ്റ് നമ്മളെങ്ങനെ എടുക്കുക, F5 ആണ്. സെയിൽസ് F6 ആണ്. പർച്ചേസ് F7 ആണ്. കോൺട്രാ F8 ആണ്. ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഷോർട്ട് കട്ട്. ഓക്കെ, ദെൻ ചാപ്റ്റർ 6 ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, DBMSൻ്റെ ഫുൾ ഫോം എന്തായാലും പഠിച്ചിരിക്കുക. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇതെന്തിനാണ്, നമുക്കൊരു ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യാൻ, ക്രിയേറ്റ് ചെയ്യാൻ, അപ്ഡേറ്റ് ചെയ്യാനെല്ലാം യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ്. അതിൻ്റെ കമ്പോണൻസ് നോക്കുക, ടേബിൾസ്, കൊറിയസ്, ഫോംസ് ആൻഡ് റിപ്പോർട്ട്സ്. എങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ സ്റ്റെപ്പുകൾ പഠിക്കാം. ദെൻ
എന്താണ് പ്രൈമറി കീ എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് അറിയണം കേട്ടോ. ദെൻ ഇതാണ് ഏറ്റവും മെയിനായിട്ട് നമ്മൾ ഡാറ്റാബേസിൽ പഠിക്കേണ്ടത്. സോ ഇത്രയും പോർഷൻസ് ആണ് നിങ്ങൾ മെയിനായിട്ട് 6 ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. സോ എവ്രി വൺ പ്ലീസ് ഡു നോട്ട് വേസ്റ്റ് യുവർ ടൈം ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നല്ല രീതിയിൽ പഠിക്കുക. ഒന്നും പഠിക്കാത്ത സ്റ്റുഡൻസിനുള്ളതാണ് ഈ ഒരൊറ്റ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഇതെങ്കിലും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.